എന്നെ വണങ്ങുന്നു. എന്നിട്ട് അവരോട് പറയുകയാണ് ശവശരീരം റെസ്പെക്റ്റ് ചെയ്യപ്പെടണം എന്നുള്ളത്. അതവിടെ നിന്നാണ് മറ്റുള്ള രാജ്യങ്ങളിലെത്തി. അപ്പം നിനക്ക് ശാന്തി ഉണ്ടാവട്ടെ എന്ന് പറയുകയാണ്, സലാം അലൈക്കും എന്ന് പറയുകയാണ്. ആ സലാം എന്ന വാക്കിൽ നിന്നാണ് ഹിന്ദിയിലും ഉറുദുവിലൊക്കെ സലാം വന്നത്. പോലീസിൽ സല്യൂട്ടിന് സലാം എന്നാണ് പറയുന്നത്. അത് അറബി ദേശത്തു നിന്ന് പ്രവാചകൻ്റെ നാക്കിൽ നിന്ന് വരുന്ന ഒരു ശാലം എന്ന വാക്കിൽ നിന്നാണ്. അപ്പം അങ്ങനെ നമ്മൾ നോർമലി ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കുന്ന പല രീതികളിലും അങ്ങനെയല്ല ചരിത്രത്തിൽ എന്ന് ഒരു ക്രൗഡിനോട് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഞാനിപ്പോൾ പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ ഈ മൈക്ക് റോഡിൽ വെച്ചിട്ടുണ്ടാവും, ഹിന്ദുക്കൾ കേൾക്കുന്നുണ്ട്, ക്രിസ്ത്യാനികൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ മുസ്ലിമിനോട് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്, ഈ ഇസ്ലാമിൻ്റെ മതത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്, ശാന്തിയുടെ മതമാണ് ഇത് ടെററിസത്തിൻ്റെ മതമല്ല, ഇതൊരു ശാന്തിയുടെ മതമാണ്. ശരിക്കും പ്രവാചകൻ പറഞ്ഞ ഒരു ഇസ്ലാം ഒരിക്കലും ടെററിസത്തെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ പ്രവാചകൻ ഒരുപാട് യുദ്ധം നടത്തിയെന്ന് പറഞ്ഞ് ഈ പ്രചരണം നടത്തും. പ്രവാചകനാകെ 3 യുദ്ധത്തിലേ പങ്കെടുത്തിട്ടുള്ളൂ, ബദറും ഉഹൂദും കണ്ടക്കും. ഈ 3 യുദ്ധത്തിലും കൂടെ ആകെ മരിച്ചത് 200 പേര് താഴെയാണ്. പ്രവാചകൻ ലക്ഷക്കണക്കിന് പേരെ അടിമകളാക്കിയെന്ന് ചിലർ പ്രസംഗിക്കും. പ്രവാചകൻ്റെ രാജ്യത്താകെ 1,00,000 പേരെ ഉണ്ടായിരുന്നുള്ളൂ. മദീനയിലെ ജനസംഖ്യ ആകെ 11,500 ഉള്ളൂ. അതിൽ 1,500 പേരെ മുസ്ലിംസ് ഉള്ളൂ, ബാക്കി നോൺ മുസ്ലിംസാണ്. മക്കയിലെ ജനസംഖ്യ എന്ന് പറയുന്നത് 35,000 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തൈഫിലെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ 15,000 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പ്രവാചകൻ ജീവിച്ചിരുന്ന കാലത്ത് പ്രവാചകൻ്റെ കീഴിൽ ആകെ 1,00,000 പേരെ ഉണ്ടായിരുന്നുള്ളൂ, ആകെ ജനസംഖ്യ. അപ്പോൾ പിന്നെ പ്രവാചകൻ ലക്ഷക്കണക്കിന് ആളുകൾ അടിമകളാക്കാനോ കൊണ്ടുപോകാനോ പറ്റുമോ? അപ്പോൾ പ്രവാചകൻ്റെ കാലത്ത് പ്രവാചകൻ പഠിപ്പിച്ച നല്ല കാര്യങ്ങളുണ്ട്, അത് ലോകത്തിലെ എല്ലാ മതക്കാരും വിശ്വസിച്ചിരിക്കേണ്ടതാണ്. പക്ഷേ പ്രവാചകൻ മരിച്ചൊരു 30 years കഴിഞ്ഞപ്പോഴേക്കും പ്രവാചകൻ്റെ ഒരു ശത്രുവാണ് പിന്നെ ഇസ്ലാമിൻ്റെ കാലിഫായിട്ട് വന്നത്. AD 661 കഴിഞ്ഞപ്പോഴത്തേന്. അത് പ്രവാചകനെ പണ്ട് കൊല്ലാൻ ശ്രമിച്ച ആളിൻ്റെ ഗ്രാൻഡ് സണ്ണാണ് മുയുവ എന്ന് പറയുന്ന ആൾ. അയാൾ പ്രവാചകൻ്റെ ഗ്രാൻഡ് ചിൽഡ്രനെ 2 പേരെ ഹസനെയും ഹുസൈനെയും കൊന്നു കഴിഞ്ഞ് അദ്ദേഹത്തിന് ഹരം വേണമായിരുന്നു. അതിന് പ്രവാചകൻ്റെ ഭാര്യമാരെ പറ്റിയൊക്കെ വിവരിച്ചങ്ങോട്ട് എഴുതി ചേർത്ത് പുസ്തകത്തിനകത്ത്. അതൊരു നോർമൽ മുസ്ലിമിനെ നിഷേധിക്കാൻ പറ്റിയില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ഇൻ ദ ബുക്ക്. പിന്നെ ഹാദിസുകൾ എന്ന് പറഞ്ഞ് കുറേ നല്ല കാര്യമുണ്ട്, കുറേ തെറ്റ് എഴുതി വെച്ചിട്ടുണ്ട് ഈ ഹാദിസിനകത്ത്. അത് വെച്ചിട്ട് ഇസ്ലാമിനെ ജഡ്ജ് ചെയ്യാൻ പോകരുത്. അപ്പോൾ ഇസ്ലാമിൻ്റെ ഗ്രേറ്റ്നസ് മുസ്ലിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കണം, നിങ്ങളുടെ മതം ഒരു ശാന്തിയുടെ മതമാണ്, അക്രമത്തിൻ്റെ മതമല്ല. ലോകം മുഴുവൻ ഇസ്ലാമികവൽക്കരിക്കാൻ നീക്കം നടക്കുന്നില്ല പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അജണ്ട. അതെല്ലാം പൊളിറ്റിക്കലായിട്ട് പറഞ്ഞുണ്ടാക്കുന്നതാണ്. അതായത് ക്രിസ്ത്യാനികൾ ഇസ്ലാമിനെതിരെ പറഞ്ഞുണ്ടാക്കുന്ന കുറേ ആരോപണങ്ങളാണ്. അത് നമ്മൾ ആ രീതിയിൽ വിഴുങ്ങിക്കളയരുത്. ഇപ്പോൾ ജിയോ പൊളിറ്റിക്സ് വെച്ചിട്ട് ഇസ്ലാം മതം ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യുന്നു. ഇപ്പോൾ തന്നെ ഓൾറെഡി 156 crores ക്രോസ് ചെയ്ത് കഴിഞ്ഞു. വിതിൻ 15 years അവരായിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ മതം. ദേ വിൽ ഓവർടേക്ക് ക്രിസ്ത്യാനിറ്റി. അപ്പോൾ ക്രിസ്ത്യാനിറ്റിയുടെ വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻസിൽ 90% പള്ളി പോയില്ല. ജർമ്മനിയിലേക്ക് ഒരു പള്ളി പോയി കഴിഞ്ഞാൽ ആകെ 10-15 പേര് പള്ളി കാണും. 60 വയസ്സിൽ താഴോട്ട് ഒറ്റ കന്യാസ്ത്രീ ഇല്ല യൂറോപ്പിലെങ്ങും. അപ്പോൾ ക്രിസ്ത്യാനികൾ ക്രിസ്തു മതത്തിൽ നടന്നു പോവുകയും ഇസ്ലാം വളരെ ഹാർഡായിട്ട് ബിലീവ് ചെയ്യുകയും ചെല്ലുമ്പോൾ ഇസ്ലാം ഈസ് ഗോയിങ് ടു ഈസിലി ഓവർടേക്ക് ക്രിസ്ത്യാനിറ്റി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് ത്രെട്ടായിട്ട് കണക്കാക്കിയിട്ട് അവരെ ലോകവ്യാപകമായിട്ട് അവരെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ അഫ്ഗാനിസ്ഥാനിലും ഒക്കെ ഇറാനിലും സൗദിയിലും ഒക്കെ മനുഷ്യന് വ്യക്തി സ്വാതന്ത്ര്യമില്ലല്ലോ, പേഴ്സണൽ ലിബർട്ടി ഇല്ലല്ലോ. അതൊക്കെ ആരോപണങ്ങൾ, കുറച്ചേറെ ആരോപണങ്ങളാണ്. ഇറാഖിൽ അമേരിക്ക ഇറങ്ങി യുദ്ധം ചെയ്തു.